നമസ്കാരം, ഞാൻ ശൈലേഷ്. ട്രാവലിംഗ് ബാൻഡറ്റ്സിൻ്റെ പുതിയ എപ്പിസോഡുമായി ഞാൻ നിൽക്കുന്നത് കൊട്ടിയൂരാണ്. തികച്ചും എൻ്റെ യാത്രകൾ എപ്പോഴും കാടുമായി ചേർന്നതാണ്. അല്ലെങ്കിൽ കാടിന് അകത്ത് താമസിക്കുന്ന പല വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത്തവണ ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലവും കാടുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇരിട്ടിക്കടുത്തുള്ള കൊട്ടിയൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്. വളരെ നാളുകൾ കൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഈ ഒരു കാനന ഭംഗി ഉള്ള ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ക്ഷേത്രം ഒന്ന് കാണണമെന്ന്. ചുറ്റാകെ കാടിന് നടുവിലായി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ വരിക എന്നുള്ളത് വളരെ ഒരു ആഗ്രഹമായിരുന്നു. അതിനുള്ളൊരു ഭാഗ്യവും ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ കൊട്ടിയൂരിൽ വന്ന് തൊഴുതു. മനോഹരമായൊരു അന്തരീക്ഷമാണ്. മഴയും മഞ്ഞും കാടും പ്രകൃതിയും മനുഷ്യനും എല്ലാം കൂടെ ചേർന്നൊരു ഒത്തൊരുമിക്കുന്നൊരു സ്ഥലം. അതാണ് ഈ കൊട്ടിയൂർ. ഇവിടുത്തെ മഴയും മഞ്ഞും എന്ന് പറയുന്നത് മനോഹരമാണ്. കൊട്ടിയൂരിൽ ഉത്സവം എന്ന് പറയുന്നത് വൈശാഖ മാസത്തിലെ ഉത്സവത്തിനാണ് ഞാൻ വന്നത്. വൈശാഖ മാസത്തിലെ ഉത്സവത്തിന് മാത്രമേ ഇവിടം തുറക്കാറുള്ളൂ. ആ വൈശാഖ മാസത്തിലെ ഉത്സവത്തിന് വേണ്ടി ഇവിടെ വന്നപ്പോൾ മനോഹരമായ കാഴ്ചകളാണ് കണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാവലി പുഴയുടെ തീരത്താണ്. മനോഹരമായി തെളിനീർ ഒഴുകുന്ന ഈ ബാവലി പുഴയുടെ തീരത്താണ് നിൽക്കുന്നത്. അതും കൊട്ടിയൂരിനെ സമ്പന്നമാക്കുന്നു. എന്തായിരുന്നാലും കൊട്ടിയൂരിലെ വിശേഷങ്ങൾ കാണാം. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ പുണ്യനദിയായ ബാവലിയുടെ കരയിലെ കാനന ക്ഷേത്രത്തിൽ മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ഉത്സവകാലമാണിത്. മഴയും മഞ്ഞും മലകളും വനവും എല്ലാം ചേർന്ന് പ്രകൃതിയുടെ മനുഷ്യനൊപ്പം ഉത്സവത്തിൻ്റെ ഭാഗമാകുന്നു. ബാവലി പുഴ കടന്ന് മറ്റൊരു പുഴയായ ഇടബാവലിയും കടന്നു വേണം സ്വയംഭൂ കൊടികൊള്ളുന്ന അക്കരെ കൊട്ടിയൂർ ദേവസന്നിധിയിലേക്കെത്താൻ. ഇക്കരെ കൊട്ടിയൂരിലെത്തുമ്പോൾ തന്നെ മനം കുളിർപ്പിക്കുന്ന വനഭംഗിയും മലകളും പുഴയുമാണ് ഭക്തരെ വരവേൽക്കുക. ഏതോ തപോവനത്തിലെത്തിയ പ്രതീതി. വെടിക്കെട്ടും ആട്ടവും പാട്ടുമൊന്നുമില്ലാതെ ശാന്തമായ മനസ്സോടെ ഭഗവാനെ തൊഴുത് മടക്കാൻ കഴിയുന്ന പുണ്യഭൂമി. അതാണ് കൊട്ടിയൂർ തീർത്ഥാടനത്തിൻ്റെ പ്രാധാന്യം. ആദിമകാല ആചാരാനുഷ്ഠാനങ്ങളും രീതികളും അനുവർത്തിക്കുന്ന ഈ സ്ഥലം പ്രകൃതി സ്നേഹികളെയും പാരമ്പര്യവാദികളെയും ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്. വൈദ്യുതി വെളിച്ചമല്ലാതെ ആധുനികതയുടെ മറ്റൊന്നും സ്വീകരിക്കാത്ത കൊട്ടിയൂർ ദേവസ്ഥാനം എന്നും ഭക്തർക്ക് വിസ്മയാനുഭവമാണ്. കാട്ടുകല്ലുകൾ പെറുക്കിക്കെട്ടിയുണ്ടാക്കിയ മണിത്തറ മേയുന്നത് കാട്ടിൽ നിന്ന് കിട്ടുന്ന ഞെട്ടിപ്പനയോല കൊണ്ടാണ്. ഭഗവാന് നേദ്യമൊരുക്കാനും അന്നദാനത്തിനും കാട്ടിൽ നിന്നും ലഭിക്കുന്ന കല്ലുവാഴ ഇലകളാണ് ഉപയോഗിക്കുക. പർണശാലകളും കയ്യാലകളും കെട്ടിയൊരുക്കുവാൻ കവുങ്ങിൻ നാരികളും ഓലകളും മാത്രമേ ഉപയോഗിക്കൂ. പർണശാലകൾ എന്ന് കരുതുന്ന 32 കയ്യാലകളാണ് ഉത്സവകാലത്ത് തിരുവഞ്ചിറയ്ക്ക് ചുറ്റും കെട്ടിയൊരുക്കുന്നത്. കൊട്ടിയൂരപ്പന് സമർപ്പിക്കുന്ന പ്രധാന കാഴ്ചകളിലൊന്നാണ് ഇളനീര്. വ്രതം നോറ്റ ഭക്തർ ഇളനീർ പ്രത്യേക തരത്തിലുള്ള കാവുകളാക്കി ചുമലിലെടുത്ത് കാൽനടയായി എത്തിയാണ് ഭഗവാനെ സമർപ്പിക്കുക. നെയ്യാട്ടത്തിനുള്ള നെയ്യ് എത്തിക്കുന്നതും ഇതേ രീതിയിൽ പ്രത്യേക വ്രതമെടുത്തവരാണ്. കാനനവാസികൾ മുതൽ ബ്രാഹ്മണർ വരെയുള്ളവരായി നൂറുകണക്കിന് അവകാശികൾ. എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഇതുപോലെ പങ്കാളിത്തമുള്ള മറ്റൊരു ദേവസ്ഥാനം കൊട്ടിയൂരല്ലാതെ ലോകത്തൊരിടത്തും ഉണ്ടാവില്ല.
ബാവലിപ്പുഴയിലെ വെള്ളമാണ് തടയണ കെട്ടി ക്ഷേത്രപ്രദക്ഷിണ വഴിയായ തിരുവഞ്ചിറയിലേക്ക് തിരിച്ചുവിടുന്നത്. 4 സമുദ്രങ്ങളെ സ്പർശിക്കുന്ന ശ്രീകോവിൽ എന്ന സങ്കല്പമാണ് ഇതിന് പിന്നിലുള്ളത്. കാടിന് നടുവിൽ കൽപ്പടവുകൾ കെട്ടി ഇറക്കിയ ചെറു ജലാശയം പോലെയുള്ളതാണ് തിരുവഞ്ചിറ. ആ തിരുവഞ്ചിറയിൽ കാട്ടുകല്ലുകൾ പെറുക്കി കെട്ടിവെച്ചതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. മണിത്തറ എന്നാണ് ഈ കൽത്തറയുടെ പേര്. മണിത്തറയിലാണ് ശൈവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സ്വയംഭൂ കൊടികൊള്ളുന്നത്. തിരുവഞ്ചിറയിലെ മറ്റ് 2 കൽത്തറകളിലൊന്ന് ആൽത്തറയും മറ്റൊന്ന് ഭഗവതിയും കൊടികൊള്ളുന്നു. തിരുവഞ്ചിറയ്ക്ക് ചുറ്റും യാഗശാലയെ അനുസ്മരിപ്പിക്കുന്ന ഓലമേഞ്ഞ നിരവധി പർണശാലകൾ കാണാം. ഇതാണ് അക്കരെ കൊട്ടിയൂരിൻ്റെ ഉത്സവമുഖം. ഇടവമാസത്തിലെ ചോതിനാളിൽ ചോതിവിളക്കിൻ്റെ പ്രഭയിൽ നെയ്യാട്ടത്തോടെ തുടങ്ങുന്ന ഉത്സവം ചിത്തിരനാളിൽ തൃക്കലാശത്തോടെ സമാപിക്കും. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഉത്സവ ദിവസങ്ങളിൽ കൊട്ടിയൂരിൽ ഒഴുകിയെത്തുന്നത്. ഒരു മഹായാഗത്തിനുള്ള ഒരുക്കമാണ് ഉത്സവകാലത്ത് കൊട്ടിയൂരിൽ കാണാനാവുക. ദക്ഷയാഗസ്ഥലം എന്ന് വിശ്വസിക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മഹാതത്വമുണ്ട്. മഹായാഗം നടത്തുന്നത് ലോകനന്മയ്ക്കും സമാധാനത്തിനുമാണ്. എന്നാൽ ബ്രഹ്മപുത്രനായ ദക്ഷൻ്റെ മഹായാഗം കൊണ്ട് ഉദ്ദേശിച്ചത് ശിവനിന്ദയായിരുന്നു. അധികാരഗർവ കൊണ്ട് അന്ധനായ ദക്ഷ പ്രജാപതി മഹാദേവനെ അപമാനിക്കുകയും സതീദേവിയെ അവഹേളിക്കുകയും ചെയ്യുകയായിരുന്നു. അതിൻ്റെ പരിണിതഫലം സർവനാശത്തിലേക്ക് എത്തിച്ചതായി ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ ദക്ഷയാഗ സ്മരണയിൽ സ്വന്തം മനസ്സിനെ അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും ദുർമതത്തിൽ നിന്നും മുക്തമാക്കി സ്നേഹത്തിൻ്റെയും ദയയുടെയും മാർഗം സ്വീകരിക്കണമെന്ന സന്ദേശമാണ് കൊട്ടിയൂർ ദർശനത്തിലൂടെ സാധ്യമാകുന്നത്. വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തരും സന്ദർശകരും താൽപ്പര്യത്തോടെ വാങ്ങുന്ന ഓടപ്പൂവാണ് വേറൊരു സവിശേഷ കൗതുകം. ബാവലിപ്പുഴയോരത്ത് വളരുന്ന ഒരിനം മുള നിശ്ചിത അളവിൽ മുറിച്ചെടുത്ത് തല്ലിച്ചതച്ച് 4 രൂപത്തിലാക്കി ഒരുതരം ബ്രഷ് ഉപയോഗിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന ഓടപ്പൂവിന് പ്രത്യേക സൗന്ദര്യമുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പഴശ്ശിത്തമ്പുരാൻ്റെ വീറുട്ട പോരാട്ടങ്ങൾക്ക് സാക്ഷിയാണ് ഈ ഭൂപ്രദേശം.